ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട്. വന്യജീവി ആക്രമണം തുടരുമ്പോഴും സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് വി.ഡി. സതീശൻ. യു പ്രതിഭ എംഎൽഎക്ക് പിന്തുണയുമായി അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് മലയാളികളെന്നും കേരളമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ശ്രീകൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി.പി. വധക്കേസ് പ്രതി കൊടി സുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. വാർത്ത വിശദമായി. ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജില്ലാ ഫയർ ഓഫീസർക്ക് കിട്ടിയ റിപ്പോർട്ട് ഇന്ന് ഫയർഫോഴ്സ് മേധാവിക്ക് കൈമാറും. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സ്റ്റേഡിയത്തിൽ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതി ഇല്ലാതെയാണെന്ന് GCDA എഞ്ചിനീയറിംഗ് വിഭാഗവും പറയുന്നു. പരിപാടി നടത്താൻ മാത്രമാണ് സ്റ്റേഡിയം തുറന്നു കൊടുത്തതെന്നും വിളക്ക് കൊളുത്താൻ മാത്രമാണ് സ്റ്റേജ് എന്നാണ് സംഘാടകർ പറഞ്ഞതെന്നുമാണ് ഇവർ വിശദീകരിക്കുന്നത്. ഉറപ്പുള്ള ബാരിക്കേറ്റുകൾ സ്ഥാപിക്കുകയാണ് പ്രാഥമിക സുരക്ഷാ നടപടി. സ്റ്റേജുകൾ 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ 1.2 മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണം എന്നാണ് ചട്ടം. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പാക്കണം. കലൂരിൽ ഇത് രണ്ടും ഉണ്ടായില്ലെന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് പറയുന്നു. 1 വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടുവെന്നും ആംബുലൻസുകൾ ഉണ്ടായിരുന്നെങ്കിലും രക്ഷാപ്രവർത്തകരോ ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 55 അടി നീളമുള്ള സ്റ്റേജിൽ 8 അടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലമൊരുക്കിയത്. ദുർബലരായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരിയൊരുക്കിയത്. പുൽത്തകടിയിൽ നടത്താൻ ഉദ്ദേശിച്ച പരിപാടി സ്റ്റേജിലേക്ക് മാറ്റിയ കാര്യം സുരക്ഷാ ഏജൻസികളെ അറിയിച്ചില്ലെന്നാണ് മറ്റൊരു കുറ്റം. ഈ സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിൽ അപകടം നടന്ന ഭാഗത്തെ സ്റ്റേജ് പൊളിച്ചു മാറ്റരുതെന്ന് പോലീസും ഫയർഫോഴ്സും സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉമാ തോമസ് MLA അപകടനില തരണം ചെയ്തെങ്കിലും ഗുരുതരാവസ്ഥയിലെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുകയാണ്. തലച്ചോറിലും ശ്വാസകോശത്തിലുമേറ്റ പരിക്ക് ഗുരുതരമാണ്. 2ഇടത്തും കട്ടപിടിച്ച് കിടക്കുന്ന രക്തം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. തലച്ചോറിനേറ്റ ആഘാതം എത്രത്തോളം ബാധിക്കുമെന്നത് വ്യക്തമല്ല. എന്നാൽ ശ്വാസകോശത്തിനേറ്റ പരിക്ക് മരുന്നുകളിലൂടെയും വ്യായാമത്തിലൂടെയും മറികടക്കാനാവുന്നതാണ്. വന്യജീവി ആക്രമണം തുടരുമ്പോഴും സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1 ജീവൻ കൂടി നഷ്ടപ്പെട്ടത് സങ്കടകരമാണെന്നും വന്യജീവി ആക്രമണം തുടരുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാരും വനംവകുപ്പും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മുള്ളരിങ്ങാട് അമ്മേൽ തൊട്ടിയിൽ 22 വയസ്സുകാരനായ അമർ ഇലാഹിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വന്യജീവി അതിക്രമം തടയാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത വനം വകുപ്പ് ഈ ചെറുപ്പക്കാരന്റെ മരണത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂവെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുള്ളരിങ്ങാട് മേഖലയിൽ ആനശല്യമുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും വനാതിർത്തിയിൽ ട്രഞ്ചുകളോ ഫെൻസിങ്ങോ നിർമ്മിക്കാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനവാസ മേഖലകളിൽ നിന്നും ആനകളെ തുരത്തുന്നതിനുള്ള നടപടികളും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് വന്യജീവി ശല്യമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നേര്യമംഗലത്ത് കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നത്. 2016 മുതൽ 2024 ജൂൺ മാസം വരെ മാത്രം 968 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. ഈ കണക്ക് പുറത്തു വന്നതിനു ശേഷവും നിരവധി പേർ വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാട്ടാന ആക്രമണവും അതേ തുടർന്നുള്ള മരണവും സംസ്ഥാനത്ത് സ്ഥിരം സംഭവമായിരിക്കുകയാണ്. ഇത്രയും ഗുരുതര സ്ഥിതി സംസ്ഥാനത്തുണ്ടായിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നത് അത്ഭുതകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രമാണ് വനം വകുപ്പും വകുപ്പ് മന്ത്രിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിഹാര നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ അതൊന്നും ഒരിടത്തും ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതഭാരം നൽകുന്ന നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട സർക്കാർ ആ കടമ നിറവേറ്റാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതിഭ MLAക്ക് പിന്തുണയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പ്രതിഭ MLAക്ക് പിന്തുണയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പ്രതിഭയ്ക്ക് എതിരായ സൈബർ ആക്രമണം ജുഗുപ്സാവഹമെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് കമ്മ്യൂണിസ്റ്റ് സാഡിസമാണ്. CPM നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുങ്ങിയതോ ആണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് മലയാളികളെന്നും കേരളമെന്നും രാജ്യത്തിന് പ്രചോദനമാകണമെന്നും കേരള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് മലയാളികളെന്നും കേരളമെന്നും രാജ്യത്തിന് പ്രചോദനമാകണമെന്നും കേരള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസം നൽകാൻ വീട് വിറ്റും അത് ഉറപ്പാക്കുന്ന സമൂഹമാണ് കേരളം. തന്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം കേരളത്തിനുണ്ട്. ഈ ബന്ധം ജീവിതകാലം മുഴുവൻ തുടരും. എല്ലാ മലയാളികൾക്കും ഗവർണർ ആശംസകളും നേർന്നു. എല്ലായിടത്തും തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചവരാണ് മലയാളികളെന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളവുമായുള്ള ബന്ധം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. തലക്കേറ്റ പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെന്നും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം കൂടിയിട്ടുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വയറിൽ നടത്തിയ സ്കാനിങ്ങിൽ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഉമ തോമസ് MLAയുടെ വെറ്റൽസ് സ്റ്റേബിൾ ആണെന്നും ശ്വാസകോശത്തിലെ ഏറ്റ സാരമായ ചതവ് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിശദമായി നടത്തിയ സ്കാനിങ്ങിൽ എന്നാൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ല. രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടികൾ കൈക്കൊള്ളുമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഉമ തോമസിന്റെ ശ്വാസകോശത്തിലെ ചതവ് ഗൗരവമുള്ളതാണെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു. മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള രക്തം ശ്വാസകോശത്തിൽ കെട്ടിയ അവസ്ഥയാണുള്ളത്. ശ്വാസകോശത്തിലെ അണുബാധ മാറാനുള്ള ആന്റിബയോട്ടിക് നൽകുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിന് സഹായം നൽകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശ്രീകൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശ്രീകൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങ് മുൻ MP TN പ്രതാപൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊന്നാണ്. നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ ഏറ്റവും മികച്ച ഡെപ്പോസിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാക്കുന്ന സ്ഥാപനം. തൃശ്ശൂർ ജില്ലയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളൊന്നാണ്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഓഡിറ്റിങ്ങിൽ ലാഭത്തിൽ പോകുന്നൊരു സ്ഥാപനമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ വാഹന ഉടമകൾക്ക് അവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു പത്താണി എന്ന നിലയിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ഒരു വിഭാഗമാണ് വാഹന ഉടമകൾ. അത് ബസ് ഉടമകളായാലും അതിന് മറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾ ഉള്ള എല്ലാ ആളുകളും, അത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വാഹന ഉടമകൾ തുടങ്ങി വലിയ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമകൾ വരെ അതിൻ്റെ ദുരന്തം അനുഭവിച്ചവരാണ്.
സംഘം പ്രസിഡന്റ് TP ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസ്, തലപ്പിള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാബു KK, സംഘം വൈസ് പ്രസിഡന്റ് PN വൈശാഖ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദേവ്, ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, സംഘം സെക്രട്ടറി ലൈല സക്കീർ എന്നിവർ പങ്കെടുത്തു. TP വധക്കേസ് പ്രതി കൊടിസുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. TP വധക്കേസ് പ്രതി കൊടിസുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. പരോൾ ലഭിച്ചതോടെ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. പരോൾ ആവശ്യപ്പെട്ട് അമ്മ മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പരോൾ ലഭിച്ചതിനെ തുടർന്ന് സുനി തവനൂർ ജയിലിൽ നിന്നും ശനിയാഴ്ചയാണ് പുറത്തിറങ്ങിയത്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. നടൻ ദിലീപ് ശങ്കറിന്റേത് ആത്മഹത്യ അല്ലെന്നുറപ്പിച്ച് പോലീസ്. നടൻ ദിലീപ് ശങ്കറിന്റേത് ആത്മഹത്യ അല്ലെന്നുറപ്പിച്ച് പോലീസ്. മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ച് വീണതാണെന്നാണ് സംശയം. ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണോ മരണത്തിന് കാരണമെന്നും സംശയിക്കുന്നു. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് പറഞ്ഞിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നുവെന്നും രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. സീരിയൽ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി 4 ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത്. 2 ദിവസം ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു. ഇതിനിടെ സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ളവർ നേരിട്ടെത്തി. ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത്. തുടർന്ന് കണ്ടോൺമെന്റ് പോലീസിനെ വിവരം അറിയിച്ചു. അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റം. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റം. രാജു എബ്രഹാമിനെ CPIM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി പാനലിൽ 6 പേരെ പുതുതായി ഉൾപ്പെടുത്തി. DYFI ജില്ലാ സെക്രട്ടറി B നിസാം, ഇരവി പേരൂർ ഏരിയ സെക്രട്ടറി TK സുരേഷ് കുമാർ എന്നിവർ പാനലിൽ ഇടം നേടി. PKS ജില്ലാ സെക്രട്ടറി CM രാജേഷ്, കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി TV സ്റ്റാൻലിൻ, തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V ആന്റണി, മലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ എന്നിവരും പാനലിലുണ്ട്. അതിനിടെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കൊടുമൺ ഓട വിഷയത്തിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ KK ശ്രീധരൻ പ്രസ്താവന നടത്തിയിരുന്നു.
സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന വനം നിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. വ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ 1.30 കോടി ജനത്തെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ പോലും അവസരം ജനത്തിന് ഉണ്ടാകുകയില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ തുറിച്ചു നോക്കിയാൽ പോലും കേസെടുക്കാവുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. ആരെയും ഭയപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്ന നിയമമാണിത്. പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ട വിഷയമാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. IFOS ഉദ്യോഗസ്ഥരുടെ താൽപര്യം മാത്രം നോക്കിയെടുത്ത തീരുമാനമാണിത്. ഇതിനെതിരെ ജനുവരി 3, 4, 5 തീയതികളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചരണ ജാഥ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പ് മന്ത്രിക്ക് സ്ഥാനം നിലനിർത്തണമെന്ന വിചാരം മാത്രമാണെന്നും വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നൽകിയ ഒരു വാക്കും പാലിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തോമസ് കെ തോമസിന് പല കാര്യങ്ങളിലും സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട്. തോമസ് കെ തോമസ് മന്ത്രിയായിരുന്നാൽ ഈ വനനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഡെമ്മി മിനിസ്റ്ററെ വനംവകുപ്പ് ചുമതലയിൽ വെച്ചിരിക്കുന്നത്. CPM മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കി മുദ്രകുത്തുകയാണ്. മുനമ്പത്തെ ക്രിസ്ത്യാനികളെയും വഞ്ചിച്ചു. വിവരമുള്ള ഒരു സ്വതന്ത്രനെയും CPMന് ഇനി കിട്ടില്ല. പാർട്ടിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. LDF അധികാരത്തിൽ തിരിച്ചെത്താതിരിക്കാൻ RSSൽ കരാർ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പിണറായി വിജയനെന്നും അദ്ദേഹം വിമർശിച്ചു. കഞ്ചാവ് കേസിൽ U പ്രതിഭ MLAയുടെ മകൻ കനിവ് 9ാം പ്രതി. കഞ്ചാവ് കേസിൽ U പ്രതിഭ MLAയുടെ മകൻ കനിവ് 9ാം പ്രതി. കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമാണ് കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതെന്നാണ് FIRൽ പറയുന്നത്. സംഘത്തിൽ നിന്ന് പിടികൂടിയത് 3 ഗ്രാം കഞ്ചാവാണെന്നും FIRൽ പറയുന്നു. കനിവുൾപ്പെടെ 9 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. 9 പേരും ആലപ്പുഴ സ്വദേശികളാണ്. കുട്ടനാട് വിരിപ്പാലമുറിയിൽ വടക്കേപ്പറമ്പ് വീട്ടിൽ 21 വയസ്സുള്ള സച്ചിനസാണ് കേസിലെ 1ാം പ്രതി. വെട്ടിയറത്ത് പറമ്പ് വീട്ടിൽ 24 വയസ്സുള്ള മിഥുനാണ് 2ാം പ്രതി. തോട്ടുകടവ് വീട്ടിൽ ജെറിൻ ജോഷി 21 വയസ്സും 3ാം പ്രതിയാണ്. കേളമാടം വീട്ടിൽ ജോസഫ് ബോബൻ 22 വയസ്സ് 4ാം പ്രതിയുമാണ്. വടക്കേപ്പറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള സജിത്ത്, 23 വയസ്സുള്ള അഭിഷേക്, തൈച്ചറിയിൽ വീട്ടിൽ ബെൻസൺ, കാളും കെട്ടിച്ചിറ വീട്ടിൽ 22 വയസ്സുള്ള സോജൻ എന്നിവർ ക്രമേണ 6, 5, 7, 8 പ്രതികളാണ്. കനിവുൾപ്പെടെ 9 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. 9 പേരും ആലപ്പുഴ സ്വദേശികളാണ്. MLA ആശുപത്രിയിൽ നൃത്തപരിപാടിക്ക് ലോക റെക്കോർഡ്. ഉമ്മ തോമസ് MLAയുടെ തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേൽക്കാനിടയാക്കിയ നൃത്തപരിപാടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തടസ്സമില്ലാതെ പൂർത്തിയാക്കി. മെഗാ ഭരതനാട്യം ഇതോടെ ലോക റെക്കോർഡും സ്വന്തമാക്കി. ദിവ്യ ഉണ്ണി, വിദ്യ ഉണ്ണി, ദേവി ചന്ദന, പാരിസ് ലക്ഷ്മി, ഉത്തര ഉണ്ണി, ഋതു മന്ത്രി തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ 11,600 നർത്തകരാണ് ഒരുമിച്ച് റെക്കോർഡിലേക്ക് ചുവടുവെച്ചത്. 10,176 പേർ ഒരുമിച്ച് നൃത്തം ചെയ്തായിരുന്നു ഭരതനാട്യത്തിലെ ലോക റെക്കോർഡ്. റെക്കോർഡ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും മകൻ ദീപാങ്കുരനും ചേർന്നാണ് ഭരതനാട്യത്തിനുള്ള ഗാനമൊരുക്കിയത്. അനൂപ് ശങ്കർ ആലപിച്ചു. പരിപാടിക്ക് ശേഷം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ അധികൃതർ സംഘാടകർക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട്. വന്യജീവി ആക്രമണം തുടരുമ്പോഴും സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് VD സതീശൻ. U പ്രതിഭ MLAക്ക് പിന്തുണയുമായി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് മലയാളികളെന്നും കേരളമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ശ്രീകൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. TP വധക്കേസ് പ്രതി കൊടി സുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.